Dear friends, welcome to Learn English Grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കൺജങ്ഷൻസ് വെച്ചിട്ട് വാചകങ്ങളെ കണക്ട് ചെയ്യുന്നത് പഠിപ്പിച്ചു തന്നു, ജോയിൻ ചെയ്യുന്നത് പഠിപ്പിച്ചു തന്നു. അങ്ങനെ കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകൾ ചിലപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസായി മാറുന്നു, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസായി മാറുന്നു. അപ്പോൾ കൺജങ്ഷൻ വെച്ച് കൂട്ടുമ്പോൾ എന്താണ് ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകളോ വെച്ച് കൂട്ടുമ്പോൾ അത് കൺജങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് വെർബുകളൊക്കെ ആയിരിക്കാം. ഇത് വെച്ച് കൂട്ടുമ്പോൾ ആ തന്നിരിക്കുന്ന വാചകം എന്ത് വാചകമായി മാറുന്നു എന്ന് നിങ്ങൾ കണക്ക് കൂട്ടണം. രണ്ട് സിമ്പിൾ സെൻറ്റൻസ് തന്നിട്ട് നമ്മൾ കൺജങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുമ്പോൾ എന്ത് വാചകമായി മാറുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുക. കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കാം, കോംപ്ലക്സ് സെൻറ്റൻസിനെ സിമ്പിളാക്കാം, കോംപ്ലക്സ് ആക്കാൻ പറ്റാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബുദ്ധിമുട്ടാണ് കോംപ്ലക്സ് സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ക്ലോസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എന്നാലും മറ്റുള്ളതൊക്കെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാം, കോമ്പൗണ്ട് ആക്കാം, കോംപ്ലക്സ് ആക്കാം. അപ്പോൾ അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ കുറേ കൂടി വൈദഗ്ധ്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്ന ഗ്രാമർ ഭാഗം +2 +1 +2 ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി വരെയല്ലോ ഗ്രാമർ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ക്ലാസ്സുകൾക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ രണ്ട് മൂന്ന് കൺജങ്ഷൻ തന്നിട്ടുണ്ട്. ആ കൺജങ്ഷൻ വെച്ച് യോജിക്കുമ്പോൾ എന്ത് മാറ്റം വരുന്നു എന്ന് നമുക്ക് നോക്കാം. ബോർഡിലേക്ക് പോകാം. ഐ ആം വെരി റിച്ച്. ഐ സബ്ജക്റ്റ്, ആം വെരി റിച്ച് എന്നുള്ള പ്രെഡിക്കേറ്റ്, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ള ഈ വാചകം ഒരു മെയിൻ ക്ലോസ് ആണ്. ഈ മെയിൻ ക്ലോസ് ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, റിച്ച് വരെ. അതേസമയം ഐ ക്യാൻ ബൈ എ കാർ, അതും ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ആയതുകൊണ്ട് ഹിയർ ദർ ആർ ടു മെയിൻ ക്ലോസസ്, ടു സിമ്പിൾ സെൻറ്റൻസസ്. ദീസ് ടു സിമ്പിൾ സെൻറ്റൻസസ് ക്യാൻ ബി കണക്റ്റഡ് ബൈ ഇനഫ്. ഇനഫ് എന്നുള്ളൊരു ആഡ് വെർബ് ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് സിമ്പിൾ സെൻറ്റൻസിനെയും കണക്റ്റ് ചെയ്യാൻ പോവാം നമ്മൾ. അപ്പോൾ അങ്ങനെ ഇനഫ് എന്നൊരു വാക്ക് ഇതിൽ യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഡ്ജക്റ്റീവിൻ്റെ മുമ്പേ ഇത് കൂടുള്ളൂ. ഈ ഇനഫ് എന്നുള്ള പദം അഡ്ജക്റ്റീവിൻ്റെ മുമ്പേ കൂടുള്ളൂ. അതേസമയം നാമത്തിന് ശേഷം വരേണ്ടത് ഇനഫ് എന്ന പദം അഡ്ജക്റ്റീവിന് മുമ്പും നാമത്തിന് ശേഷവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ സബ്ജക്റ്റ്, ആം വെരി, ആം എന്നുള്ളത് ഒരു സഹായക്രിയ, വെരി ആഡ് വെർബാണ്, റിച്ച് എന്നുള്ളൊരു അഡ്ജക്റ്റീവാണ്. ഇപ്പോൾ ഈ അഡ്ജക്റ്റീവിൻ്റെ മുമ്പേ വരാൻ പാടില്ല. അപ്പോൾ ഈ വെരി എന്നുള്ള വാക്ക് പോവും. അപ്പോൾ അഡ്ജക്റ്റീവിന് ശേഷം വരിക, നാമത്തിന് മുമ്പും. ഇതല്ലേ അഡ്ജക്റ്റീവ് വരും. അപ്പോൾ ഐ ആം റിച്ച് ഇനഫ്, അഡ്ജക്റ്റീവിന് ശേഷം ഐ ഹാവ് ഇനഫ് മണി, റിച്ച് ഇനഫ്. അപ്പോൾ റിച്ച് എന്നുള്ള അഡ്ജക്റ്റീവിന് ശേഷം ഐ ആം റിച്ച് ഇനഫ്. എന്നിട്ട് എന്ത് ചോദിച്ചാൽ ഐ ക്യാൻ എന്നുള്ള ഈ പൂർണ്ണക്രിയയിലുള്ള ഇത് നമ്മൾ മാറ്റി ഐയും ക്യാനും കളഞ്ഞിട്ട് ഇതിനെ ടു ഇൻഫിനിറ്റീവ് ആക്കുക, ടു ബൈ എന്നാക്കുക. അപ്പോൾ ഐ ആം റിച്ച് ഇനഫ് ടു ബൈ എ കാർ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഐ ആം റിച്ച് ഇനഫ് ടു ബൈ എ കാർ. അതേസമയം ഐ ഹാവ് ഇനഫ് മണി എന്നാണെങ്കിലോ ഐ ഹാവ് മണി എന്നാണെങ്കിൽ നമ്മളെന്താ പറയുക, ഐ ഹാവ് ഇനഫ് മണി നാമത്തിന് മുമ്പ്, അതേസമയം അഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് വയ്ക്കാറ്. അപ്പോൾ ഇത് എന്തായി മാറുന്നു, ഒരു സിമ്പിൾ സെൻറ്റൻസായി മാറുന്നു. ഈ രണ്ടാമത്തെ ക്ലോസ് ടു ഇൻഫിനിറ്റീവ് ആക്കി മാറുന്നത് കൊണ്ട് ഈ പൂർണ്ണക്രിയ ഇത് അപൂർണക്രിയയായി മാറുന്നു. ആയതുകൊണ്ട് ഇതിൽ ഒരേ ഒരു മെയിൻ ക്ലോസ് ഐ ആം വെരി റിച്ച് എന്നുള്ളത് ഐ ആം റിച്ച് ഇനഫ് എന്നുള്ള വാക്ക് എന്നതാണ്. ഇതിൽ ഐ ആം എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഇവിടുത്തെ പ്രെഡിക്കേറ്റ്, രണ്ടാമത്തെ ക്ലോസിലെ പ്രെഡിക്കേറ്റ് ടു ഇൻഫിനിറ്റീവ് എന്നുള്ള അപൂർണക്രിയ ആയതുകൊണ്ട് ഇത് ഫ്രേസാണ്. അപ്പോൾ ഒരൊറ്റ മെയിൻ ക്ലോസ് ഉള്ള ഈ വാചകം സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ രണ്ട് സിമ്പിൾ സെൻറ്റൻസിനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി നമ്മൾ എഴുതിയിരിക്കുന്നു. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കണം. ഇനഫ് എവിടെയാണ് വയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, അഡ്ജക്റ്റീവിന് ശേഷം നാമത്തിന് മുമ്പും. ഉദാഹരണമായിട്ട് റിച്ച് ഇനഫ് മണി എന്നാണ് പറയുക. ഐ ഹാവ് ഇനഫ് മണി ടു ബൈ എ കാർ എന്ന് വരിക. ആ വാചകം ഞാൻ അവിടെ എഴുതിയിട്ടില്ല, എന്തായാലും ഓർത്ത് ഇരിക്കുക. ഇനഫ് എന്നുള്ള പദം അതൊരു ആഡ് വെർബാണ്. ഇത് വെച്ചിട്ട് രണ്ട് വാചകം കൂട്ടുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് വരിക, അഡ്ജക്റ്റീവിന് ശേഷവും നാമത്തിന് മുമ്പുമാണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഐ ആം റിച്ച് ഇനഫ് ടു ബൈ എ കാർ.
അടുത്തത് ഐ ആം വെരി റിച്ച് മൈ സൺ ക്യാൻ ബൈ എ കാർ. ഇവിടെ സബ്ജക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഐ ആം റിച്ച് ആയുള്ള ആൾ ഞാൻ, എൻ്റെ മകന് കാർ വാങ്ങാൻ കഴിയും. ഇതിന് ഇനഫ് വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? നേരത്തെ പോലെ പറ്റില്ല, ചെറിയൊരു മാറ്റം വരുത്തണം. ഐ ആം റിച്ച് ഇനഫ് ഫോർ മൈ സൺ ടു ബൈ എ കാർ. അപ്പോൾ എൻ്റെ മകന് കാറ് വാങ്ങാൻ മാത്രം ഞാൻ പണക്കാരനാണ്. എൻ്റെ മകന് കാറ് വാങ്ങാൻ മാത്രം ഞാൻ പണക്കാരനാണ്. രണ്ട് വാചകം എങ്ങനെയാണ്? ഞാൻ പണക്കാരനാണ്, എൻ്റെ മകന് കാറ് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഐ ആം റിച്ച് ഇനഫ് ഫോർ മൈ സൺ എന്ന് വെച്ചു. എന്താ? മൈ സൺ എന്നുള്ള സബ്ജക്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് ക്യാൻ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആക്കി ടു ബൈ എ കാർ എന്നുള്ളതാക്കി. ഇനി മൂന്നാമത്തെ വാചകം ഇത് എഴുതി പഠിക്കണ്ട. അപ്പോൾ എന്തായി? ഇനി രണ്ട് സിമ്പിൾ സെനൻസ് പോയിട്ട് നമ്മൾ ഒരു സിമ്പിൾ സെനൻസ് ആക്കി. രണ്ട് സിമ്പിൾ സെനൻസിനെ ഇനഫ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ സെനൻസ് ആക്കി. ഒരു സിമ്പിൾ സെനൻസ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ മെയിൻ ക്ലോസ്. ഇനി മൂന്ന് ഐ ആം വെരി റിച്ച് ഐ ക്യാൻ ബൈ എ കാർ എന്നുള്ളതിനെ സോ ദാറ്റ് വെച്ചൊന്ന് എഴുതി വെക്കുക. സോ ദാറ്റ് എന്നുള്ളത് എന്താണ്? സോ ദാറ്റ് എന്നുള്ളത് എന്താണ്? റിസൾട്ടിനെ കാണിക്കുന്നതാണ്. ഇത് ഒരു കോർഡിനേറ്റ്, ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷനാണ്. അതുകൊണ്ട് സബോർഡിനേറ്റീവ് ക്ലോസ് ആണ് ഉണ്ടാവുക. ഇതാ ഐ ആം സോ റിച്ച് ദാറ്റ് ഐ ക്യാൻ ബൈ എ കാർ. ഈ ക്ലോസ് പോയില്ല, ഈ ക്ലോസും പോയില്ല. സോ എന്നുള്ള ഇവിടെ വന്നു, ദാറ്റ് എന്നുള്ള ഇവിടെയും വന്നു. ദാറ്റ് തൊട്ടുള്ള സബോർഡ് ഐ ആം സോ റിച്ച്, അത് മെയിൻ ക്ലോസ് ആണ്. ആയതിനാൽ എനിക്കൊരു കാർ വാങ്ങാൻ കഴിഞ്ഞാൽ റിച്ച് ആയതിൻ്റെ ഫലം എന്താ? റിസൾട്ടാണ് കാണിക്കുന്നത്. ആഡോബിയ ക്ലോസ് ഓഫ് റിസൾട്ടാണ്. കോംപ്ലക്സ് സെനൻസ് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. ദാറ്റ് തൊട്ടുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്, ഇത് മെയിൻ ക്ലോസ് എഴുതി വെക്കണം. MC സബോർഡിനേറ്റ്, SC കോംപ്ലക്സ് സെനൻസ്. അപ്പോൾ സോ ഡാഷ് ഡാഷ് ദാറ്റ് വെച്ച് വരുന്ന കൺജക്ഷൻ കൊണ്ട് രണ്ട് സിമ്പിൾ സെനൻസിനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ അതൊരു കോംപ്ലക്സ് സെനൻസ് ആവും. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഇതിലുണ്ടാവും. അത് എഴുതി പഠിക്കും. ഇത് MC ദാറ്റ് തൊട്ടുള്ളത് SC സബോർഡിനേറ്റ് ക്ലോസ്. നാലാമത്തെ ഐ ആം വെരി പുവർ ഐ കനോട്ട് ബൈ എ കാർ. നമ്മൾ ഇതുവരെ പോസിറ്റീവ് വാചകം പറഞ്ഞിരുന്നത്, റിച്ച് എന്നാണ് പറഞ്ഞിരുന്നത്. റിച്ചിന് അങ്ങനെ വരുമ്പോൾ ഇനഫാണ്. അതേസമയം നെഗറ്റീവ് വാചകത്തിനെ കൂട്ടാൻ നല്ലത്, സിമ്പിൾ സെനൻസ് ആക്കാനും നല്ലത് ടു എന്നുള്ള പ്രയോഗമാണ്. സിമ്പിൾ സെനൻസ് ആക്കാൻ. അപ്പോൾ ഐ ആം വെരി പുവർ ആണ്, നേരത്തെ റിച്ച് അല്ലായിരുന്നു, അത് നെഗറ്റീവായി. ഐ കനോട്ട് ബൈ, ഐ കനോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടു ആണ് വയ്ക്കാൻ, ഇനഫ് പറ്റില്ല. അപ്പോൾ ഐ ആം ടു പുവർ, അഡ്ജക്റ്റീവ് ടു എന്നുള്ളത് അഡ്ജക്റ്റീവിന് മുമ്പ്. എന്നിട്ട് ഈ പ്രഡിക്കേറ്റ് പൂർണ്ണക്രിയ ഐ ക്യാൻ എന്നുള്ള പ്രഡിക്കേറ്റ് പൂർണ്ണക്രിയയെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആക്കാണ്. ടു ബൈ എ കാർ, ബൈ എന്നുള്ളത് ടു ബൈ. അപ്പോൾ ഐ കനോട്ട് എന്നുള്ളത് പോയി, സബ്ജക്റ്റും പോയി, ഈ പ്രഡിക്കേറ്റും പോയി, ടു ബൈ എ കാർ എന്നാക്കി. ഇതുകൊണ്ട് ഈ രണ്ട് സിമ്പിൾ സെനൻസ് ടു ഉപയോഗിക്കുമ്പോൾ ഒരു സിമ്പിൾ സെനൻസായി മാറുന്നു. രണ്ട് സിമ്പിൾ സെനൻസ് ടു ഉപയോഗിക്കുമ്പോൾ ഒരു സിമ്പിൾ സെനൻസായി മാറുന്നു. ആവർത്തിച്ച് എഴുതി പഠിക്കുക. ഇതേ വാചകത്തിനെ നമ്മൾ സോ വെച്ചിട്ട് എഴുതാം. ആൻഡ് സോ എന്ന് വെച്ചിട്ട് എഴുതാം. സോ എന്ന് മാത്രമല്ല ആൻഡ് സോ എപ്പോഴും ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷനാണ്. ആൻഡ് സോ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസ് ആണ് ഉണ്ടാവുക. ആയതുകൊണ്ട് തന്നെ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായാൽ കോമ്പൗണ്ട് സെനൻസ് ഉണ്ടാവുന്നു. ഐ ആം വെരി പുവർ ആൻഡ് സോ ഐ ക്യാൻ ബൈ എ കാർ. അത് ഐ ആം വെരി പുവർ, ഞാൻ വളരെ പാവാട ആയതിനാൽ എനിക്ക് കാർ വാങ്ങാൻ കഴിയും, അതും മെയിൻ ക്ലോസ് ആണ്. രണ്ട് മെയിൻ ക്ലോസ് ആണ്, കോമ്പൗണ്ട് സെനൻസ് ആണ്. അപ്പോൾ ആൻഡ് സോ എന്നുള്ളത് കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണെന്ന് ഓർമ്മിക്കുക. ഇത് കാണുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ആണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിക്കുക. ഇനി ദ ടീച്ചർ ലെഫ്റ്റ് ദ ക്ലാസ്. ടീച്ചർ ക്ലാസ് വിട്ടുപോയി. കുട്ടികൾ എണീറ്റ് നിന്നു, അവരെ ഒച്ച വെച്ചു. മൂന്ന് ക്ലോസുകളാണ്, മൂന്ന് സിമ്പിൾ സെനൻസ്. ദ ടീച്ചർ ലെഫ്റ്റ് ദ ക്ലാസ്, ടീച്ചർ ക്ലാസ് വിട്ടുപോയി, കുട്ടികൾ എഴുന്നേറ്റ് നിന്നു, സബ്ജക്റ്റ് ഇവിടെ, വെർബ് ഇവിടെ. ദേ സ്റ്റൗട്ടഡ്, അവർ ഒച്ച വെച്ചു, ഇവിടെ സബ്ജക്റ്റ്. ഇത് മൂന്ന് സിമ്പിൾ സെനൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ വെന്നും ആൻഡ് ഉപയോഗിച്ചിട്ട് ഒരു കോമ്പൗണ്ട് സെനൻസ് ആക്കാം. വെൻ ദ ടീച്ചർ ലെഫ്റ്റ് ദ ക്ലാസ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ് വരുന്നത്. ടീച്ചർ ക്ലാസ് വിട്ടപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. ക്ലാസ് ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്, കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ഒറ്റയ്ക്ക് നിൽക്കും, സംശയമൊന്നുമില്ലല്ലോ. ദ സ്റ്റുഡൻസ് സബ്ജക്റ്റ്, സ്റ്റുഡ് അപ്പ് എന്നുള്ള വെർബ് ഒറ്റയ്ക്ക് നിൽക്കും, മെയിൻ ക്ലോസ് ഉണ്ട്. ആൻഡ് ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് വീണ്ടും ഇങ്ങോട്ട് വരും. കോർഡിനേറ്റീവ് കൺജങ്ഷൻ അങ്ങനത്തെ ഗുണമുണ്ട്. രണ്ട് ക്ലോസിലും സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ സബ്ജക്റ്റ് കൺജങ്ഷൻ കഴിഞ്ഞ് ആവർത്തിച്ച് വരേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ദർ, ഇറ്റ് സ്റ്റാൻഡ്സ് ദർ. അർത്ഥം ദ സ്റ്റുഡൻറ്റ് സ്റ്റുഡ് അപ്പ് ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഷൗട്ടഡ് എന്ന് പറയേണ്ട കാര്യം ഇല്ല. ആൻഡ് കോർഡിനേറ്റീവ് കൺജങ്ഷൻ വരുമ്പോൾ ഈ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. അപ്പോൾ വെൻ ദ ടീച്ചർ ലെഫ്റ്റ് ദ ക്ലാസ് റൂം എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്, ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ് എന്നുള്ളത് മെയിൻ ക്ലോസ്, ആൻഡ് ദ സ്റ്റുഡൻസ് ഷൗട്ടഡ് എന്നുള്ളതും മെയിൻ ക്ലോസ്. ആൻഡ് ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷനാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ദ സ്റ്റുഡൻസ് സബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഈ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം ഹിയർ.
അതിവിടെ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ്, ഇതാ വേറെ ഒരു ദ സ്റ്റുഡൻറ് ഷുഡ് എന്നുള്ള മെയിൻ ക്ലോസ് ആൻഡ് ഷൗട്ടഡ് എന്നുള്ള മറ്റൊരു മെയിൻ ക്ലോസ്. അപ്പോൾ 2 മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസുമുള്ള ഈ വാചകം കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. മതി. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സുകളിലും ഞാൻ മറ്റു പല കൺജങ്ഷൻ കൊണ്ട് ഉപയോഗിച്ചിട്ട് വാചകങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസുകളെ, 2 സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെയാണ് കോമ്പൗണ്ട് ആക്കുക, കോംപ്ലക്സ് ആക്കുക എന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിലും ആവർത്തിച്ച് പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾക്ക് വാചകം എഴുതാനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.